പറയിപ്പെറ്റു പന്തിരുകുലത്തിൻ്റെ ബാക്കി ഭാഗം നോക്കിയാലോ. വരരുചി കന്യകയെ വിവാഹം കഴിച്ച് സ്വന്തം വീട്ടിൽ സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം വരരുചി ഭാര്യയുടെ മുടിയൊക്കെ കൊട്ടിക്കൊടുക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് ഭാര്യയുടെ തലയിൽ എന്തോ തടയും. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയും, പണ്ട് തലയിൽ പന്തം കൊളുത്തി ആറ്റിലൊഴുകി വരുന്ന അവളെ കണ്ടിട്ട് അവളുടെ അച്ഛനും അമ്മയും അവളെ എടുത്തു വളർത്തിയതാണെന്ന്. വരരുചിയും രാജാവും കൂടി ഒരു പറയി പ്രസവിച്ചുണ്ടായ പെൺകുട്ടിയെ പണ്ട് തലയിൽ പന്തം കൊളുത്തി ആറ്റിലൊഴുക്കി വിട്ട കാര്യം ഓർക്കുകയും അത് തൻ്റെ ഭാര്യയോട് പറയുകയും ചെയ്യും. അതുവരെ ബ്രാഹ്മണ സ്ത്രീയായിരുന്ന തൻ്റെ ഭാര്യ പെട്ടെന്ന് പറയിയായി മാറിയ കഥയാലോചിച്ച് വരരുചി സ്വയം ചിരിക്കുമെങ്കിലും രാജാവ് ഇനിയും അവളെ എന്തെങ്കിലും ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചിട്ട് വരരുചി പറയും, നമുക്ക് ഒരു ദേശത്ത് താമസിക്കാതെ ദേശാടനം നടത്താമെന്ന്. അവൾ അത് സമ്മതിക്കുകയും ചെയ്യും. ദേശാടന വേളകളിൽ അവൾ ഗർഭിണിയാകുകയും സമയമാകുമ്പോൾ അവൾ ഒറ്റയ്ക്ക് കാട്ടിൽ കയറി പ്രസവിക്കുകയും ചെയ്തു. അവളുടെ പ്രസവം കഴിഞ്ഞ ഉടനെ വരരുചി ചോദിക്കുക, കുട്ടിക്ക് വായുണ്ടോ എന്നാണ്. വായുണ്ടെന്ന് അവൾ പറയുകയും ചെയ്യും. വായുള്ള കുട്ടിയെ എടുക്കേണ്ടതില്ല, വായുള്ള കുട്ടിക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ടാകും എന്നും വരരുചി പറയും. ഇത് കേട്ട് അവൾ കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിച്ച് പോരുകയും ചെയ്യും. അങ്ങനെ 11 കുട്ടികളെ അവൾ കാട്ടിൽ ഉപേക്ഷിച്ചു 11 ആളുകളെടുത്ത് വളർത്തുകയും ചെയ്തു. 12ാമത്തെ കുട്ടിയെയെങ്കിലും തനിക്ക് വേണമെന്ന് തോന്നിയിട്ട് കുട്ടിക്ക് വായുണ്ടോ എന്ന് വരരുചി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവൾ ഉത്തരം പറയും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് ശരിക്കും കുട്ടിക്ക് വായില്ലാണ്ടാവും. വരരുചി വേഗം കുട്ടിയെ എടുത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ട് ഇവനാണ് വായില്ല കുന്നിലപ്പൻ എന്ന് പറയും. അങ്ങനെ 12ാമതായി ഉണ്ടായ ഈ വായില്ല കുന്നിലപ്പനും കൂടി ചേരുന്നതാണ് പറയിപ്പെറ്റു പന്തിരുകുലം.